ഹായ് എവ്രി വൺ. CMA ഇൻ്റർമീഡിയറ്റ് എക്സാം ജൂൺ 2025 എഴുതുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ഇൻ്റർമീഡിയറ്റിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ഒരു സബ്ജക്റ്റാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. പൊതുവിൽ ഈ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുള്ള ഏരിയ ആണ്. മാത്രമല്ല, പൊതുവിലൊരു ടോക്ക് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടാണ്, ടഫാണ്, എക്സാമിന് വരുന്നത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള ഒരു ടോക്ക് നോർമലി സ്റ്റുഡൻസിനിടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിക്ക് ഈ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിത് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇൻ്റർമീഡിയറ്റിലുള്ള ബാക്കി 7 സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ചും കൂടി എളുപ്പം തോന്നിയിട്ടുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബാക്കിയുള്ള 7 സബ്ജക്റ്റ് എടുക്കുവാണെങ്കിലും അതെല്ലാം വാസ്റ്റാണ്. പക്ഷേ മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ 10 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ബാക്കി ഏതെടുത്ത് നോക്കിയാലും ഇപ്പം അക്കൗണ്ട്സ് ആയിക്കോട്ടെ, കോസ്റ്റിംഗ് ആയിക്കോട്ടെ, 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഓരോന്നും ടാക്സേഷൻ ആയിക്കോട്ടെ എത്രത്തോളം ലെങ്തിയാണ്. അതുപോലെ എല്ലാ സബ്ജക്റ്റിലും ലോ ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ നമുക്കതിലെല്ലാം ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ സിലബസ് വൈസ് കുറച്ച് ഷോർട്ടായിട്ടുള്ളത് മാനേജ്മെൻറ്റ് മാത്രമാണ്. ബാക്കിയൊക്കെ കുറച്ച് വൈഡറാണ്, വാസ്റ്റാണ്, സിലബസ് വാസ്റ്റാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മാനേജ്മെൻറ്റ് നല്ല എളുപ്പമാണ്. പക്ഷെ നമ്മൾ പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. നമ്മൾ മനസ്സിലാക്കി പഠിക്കുക, എവിടെ എങ്ങനെ എഴുതണം, എങ്ങനെ ക്വസ്റ്റ്യൻ വരും, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ ഐ എം ഷുവർ ഈ സബ്ജക്റ്റാണ് ഏറ്റവും എളുപ്പം ഇൻ്റർമീഡിയറ്റിൽ, ആൻഡ് ഓൾസോ സ്കോറിങ്ങുമാണ്. പക്ഷെ നമ്മൾ ആ രീതിക്ക് പഠിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ പേഴ്സണലി ഫോളോ ചെയ്തിട്ടുള്ളതും എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതുമായ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബാക്കി സബ്ജക്റ്റിനുള്ള വീഡിയോസ് ഉടനെ തന്നെ ഇടുന്നുണ്ടാവും. ഓൾറെഡി 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. സോ ഈ ഒരു എക്സാം നമുക്ക് എന്തായാലും പാസ്സാവണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങാൻ. നിങ്ങൾ എന്ത് കാണുന്നത്, ഇപ്പോൾ ക്ലാസ്സസ് കാണുന്നതായിക്കോട്ടെ, നോട്ട്സ് എഴുതുന്നതായിക്കോട്ടെ, റിവിഷൻ ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങളുടെ ബേസിക് ഇൻറ്റൻഷൻ എനിക്ക് ഈ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തേ മതിയാകൂ. ആ ഇൻറ്റൻഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും അത് സക്സസ്സിലേക്ക് തന്നെയാണ്. സോ ആ രീതിക്ക് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് മാറ്റുക. ഇനി വളരെ കുറച്ച് ദിവസം, ഒരു 46 ഡേയ്സ് മാത്രമേ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഇനിയുള്ള 46 ഡേയ്സ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നോ അത് നമ്മുടെ റിസൾട്ടിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കും. സോ എല്ലാവരും ആ രീതിക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ചെയ്യാട്ടോ. സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമുക്കറിയാം, ടോട്ടൽ 100 മാർക്സിനാണ് നമുക്ക് പേപ്പർ വരുന്നതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 128 മാർക്കിനാണ് ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ആ 128 മാർക്കിൽ നിന്ന് നമുക്ക് 100 മാർക്കിന് സെലക്ട് ചെയ്ത് എഴുതാം. ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ. അതിൽ ഫസ്റ്റ് 30 മാർക്ക് MCQ ആണ്. 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 30 മാർക്സാണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. MCQ ടോട്ടൽ 30 മാർക്കിനുണ്ട്. ബാക്കിയുള്ള 70 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ആ ഒരു 96 മാർക്കിൽ നിന്ന് 128ൽ 30 പോയി ബാക്കി എന്താണ് 98 മാർക്കുണ്ട്. സോ ആ 98 മാർക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ 70 മാർക്ക് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതി വരിക. ടോട്ടൽ 128 ആണ്. അതിൽ നിന്ന് 100 നമുക്ക് എടുക്കണം. അതിൽ 30 MCQന് പോകും. ബാക്കി 70 നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്തെടുക്കാം. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 മുതൽ 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 7 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്ക്രിപ്റ്റീവിൽ തരും. അതിനകത്ത് നിന്ന് 5 ക്വസ്റ്റ്യനാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ രീതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഫുള്ളായിട്ട് വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, നമുക്ക് ടോട്ടൽ 10 ചാപ്റ്റേഴ്സാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ സിലബസ് മാറിയതിന് ശേഷം 4 അറ്റംപ്റ്റിൽ എക്സാം നടന്നു. ജൂൺ 2023, ഡിസംബർ 2023, ജൂൺ 2024 ആൻഡ് ഡിസംബർ 2024. 4 അറ്റംപ്റ്റിലാണ് എക്സാം നടന്നത്. അപ്പോൾ ഈ 4 അറ്റംപ്റ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയലുള്ള ഒരു വെയിറ്റേജ് ഞാൻ നോക്കിയിട്ടുണ്ട്. അതിന് ബേസിസിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ റെലവൻസ് കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ. ബേസിക് ആണ്, തിയറിയാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 7-8 തിയറി ക്വസ്റ്റ്യൻസ് മാത്രമേ അതിലുള്ളൂ. ആ ചാപ്റ്റർ പഠിക്കുവാണെങ്കിൽ വളരെ സിമ്പിളാണ്. ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 1 അവർ കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ. കഴിഞ്ഞ 4 അറ്റംപ്റ്റിലും 7 മാർക്കിന് ആ ചാപ്റ്ററിൽ നിന്ന് ഒരു തിയറി ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതാണ്. ഡിസ്ക്രിപ്റ്റീവ് തുടങ്ങില്ലേടാ, തുടങ്ങുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 വെച്ചിട്ടാണ് തുടങ്ങല്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഫുൾ MCQ. ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ A പാർട്ട് എപ്പോഴും മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലെ ആ തിയറി ക്വസ്റ്റ്യനാണ് വരിക.
വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരിക. എ പാർട്ട്, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ എ എപ്പോഴും ഇൻട്രൊഡക്ഷനിൽ നിന്നാണ് വരിക. ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്കാണ്. എല്ലാ അറ്റംപ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. സെയിം ആ ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ എ പാർട്ടിൽ ഇൻട്രൊഡക്ഷനും ബി പാർട്ടിൽ ABC കോസ്റ്റിങ്ങുമാണ് ചോദിക്കുന്നത്. എല്ലാ അറ്റംപ്റ്റും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോളൂ. എല്ലാ അറ്റംപ്റ്റിലും ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ എ പാർട്ട് ഇൻട്രൊഡക്ഷനും ബി പാർട്ട് ABC ആണ്. ABC എല്ലാ അറ്റംപ്റ്റിലും ചോദിക്കാറുണ്ട്. 7 മാർക്കാണ്. വളരെ സിമ്പിളാണ്. ഈ ABC കോസ്റ്റിംഗ് എന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ട്രഡീഷണൽ മെത്തേഡും ഒന്ന് ABC മെത്തേഡും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോഴും ഈ 2 ഇതും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ മാത്രം ABC, അങ്ങനെ വരാറില്ല. മോസ്റ്റ്ലി ട്രഡീഷണൽ ആൻഡ് ABC രണ്ടും കമ്പൈൻ ചെയ്ത് ചോദിക്കാറുണ്ട്. സിമ്പിൾ ചാപ്റ്ററാണ്. അത് പഠിക്കാനൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, കഴിഞ്ഞ 4 അറ്റംപ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 2 ചാപ്റ്റേഴ്സ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ABC കോസ്റ്റിംഗ് ആണ്. കാരണം ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ എ പാർട്ട് ഇതും 2ൻ്റെ ബി പാർട്ട് ഇതുമാണ്. അപ്പോൾ ഇത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നമ്പർ 2 ടോട്ടലായിട്ട് കിട്ടത്തില്ലേ? ഇതിൽ നിന്ന് ടോട്ടലായിട്ട് 14 മാർക്ക് കിട്ടില്ലേ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഇപ്പോൾ കോസ്റ്റിംഗ് എന്ന സബ്ജക്റ്റ് ഇപ്പോൾ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവരെ സംബന്ധിച്ച് കോസ്റ്റിങ്ങിൽ ഓൾറെഡി അവർ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിക്കും. അതിനകത്ത് നമ്മൾ മെറ്റീരിയൽ വേരിയൻസും ലേബർ വേരിയൻസുമാണ് പഠിക്കുന്നത്. പക്ഷേ മാനേജ്മെൻറ്റിൽ വരുമ്പോൾ മെറ്റീരിയൽ വേരിയൻസ് പഠിക്കാണ്ട് ലേബർ ഉണ്ട്, ഓവർ ഹെഡും ഉണ്ട്. അഡീഷണലി ഒരു വേരിയൻസും കൂടി വരും, ഓവർ ഹെഡ്. അപ്പോൾ ഇവിടെ കൂടുതലും ചോദിക്കുന്നത് ഓവർ ഹെഡ് തന്നെയാണ്. പക്ഷേ ഇടയ്ക്കെങ്കിലും അവർ ലേബറും മെറ്റീരിയലും ചോദിക്കാറുണ്ട്. എല്ലാ അറ്റംപ്റ്റിലും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. 7 മാർക്കിന് എല്ലാ അറ്റംപ്റ്റിലും വരാറുണ്ട്. കഴിഞ്ഞ അറ്റംപ്റ്റിൽ, ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് അറ്റംപ്റ്റിൽ മെറ്റീരിയൽ വേരിയൻസാണ് ചോദിച്ചത്. പക്ഷേ അതിന് തൊട്ട് മുന്നേയുള്ള 3 അറ്റംപ്റ്റിലും ഓവർ ഹെഡ് വേരിയൻസ് ആണ് ചോദിച്ചത്. സോ ലേബർ ചോദിക്കില്ല, മെറ്റീരിയൽ ചോദിക്കില്ല, മാറ്റിക്കളയരുത്. വളരെ സിമ്പിളാണ്. മെറ്റീരിയൽ ലേബർ വളരെ സിമ്പിളാണ്. അത് പഠിച്ച ഓവർ ഹെഡ് വളരെ വളരെ സിമ്പിളാണ്. സോ അത് വേണം ആദ്യം പഠിക്കാൻ. മെറ്റീരിയൽ ആൻഡ് ലേബർ ഇസ് എ ബേസിക്. അത് പഠിച്ചിട്ടേ ഓവർ ഹെഡിൽ പോവാവൂ. ആൻഡ് ഈ ഓൾത് മിക്സ്ഡ് അപ്പ് ആയിട്ട് ചോദിക്കുക. നമുക്ക് ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മോസ്റ്റ്ലി വരാൻ ചാൻസ് ഓവർ ഹെഡാണ്. ഓക്കെ, എന്ന് കരുതി മെറ്റീരിയൽ ലേബർ വിടരുത്. അതാണ് ബേസിക്സ്. അത് പഠിച്ചിട്ട് വേണം ഓവർ ഹെഡ് പഠിക്കാനായിട്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എല്ലാ അറ്റംപ്റ്റിലും വരുന്നതാണ് 7 മാർക്കിന്. നെക്സ്റ്റ് ബഡ്ജറ്റ്. ബഡ്ജറ്റിനകത്ത് നമുക്ക് പല ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററും നമ്മുടെ കോസ്റ്റിങ്ങിനകത്ത് ഉള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഫസ്റ്റ് ഗ്രൂപ്പിലെ പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ആ പേപ്പറിൽ ഓൾറെഡി ചോദിക്കാറുള്ളതാണ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചോദിക്കാറുള്ളതാണ് ബഡ്ജറ്റ്. അപ്പോൾ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവർക്ക് അവിടെയും സിമ്പിളാണ്. നിങ്ങൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അവിടെ പ്രിപ്പയർ ചെയ്യും, ഇവിടെയും പ്രിപ്പയർ ചെയ്യും. അവിടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മെയിൻലി ക്യാഷ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, പർച്ചേസ് ബഡ്ജറ്റ്, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ബഡ്ജറ്റ്, പിന്നെ അങ്ങനെ കുറച്ച് ടൈപ്പ് ഓഫ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, അങ്ങനെ കുറച്ച് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ്സ് പഠിക്കാനുണ്ട്. കുറച്ച് ഉണ്ട്, ഏകദേശം ഒരു 9 ടൈപ്പ് ഓഫ് ബഡ്ജറ്റ്സ് മറ്റുണ്ട് തോന്നുന്നു. അപ്പോൾ അത്രയും ബഡ്ജറ്റ് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഈ ചാപ്റ്റർ സെക്വേർഡ് ആണ്. ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ 2 ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ക്വസ്റ്റ്യൻ 14 മാർക്കിനും ചോദിക്കും. വേറൊരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ സബ് പാർട്ടായിട്ട് എയിലോ ബിയിലോ ചോദിക്കാറുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് പഠിക്കുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ 21 മാർക്സ് സെക്വേർഡ് ആവും. ഓക്കെ, പക്ഷേ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റിൽ 7 മാർക്കിന് വെച്ച് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, അതായത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന് 7 വരും, ബഡ്ജറ്റിന് 7 വരാറുണ്ട്. ഇനി ഡിവിഷണൽ പെർഫോമൻസ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അത് ഒരു തിയറി പ്ലസ് പ്രോബ്ലം ആണ്. അതിനകത്ത് മെയിനായിട്ട് അതിനകത്ത് നമുക്ക് ചോദിക്കുന്നത് എക്കണോമിക് വാല്യൂ ആഡഡ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആണ് മോസ്റ്റ്ലി ചോദിക്കുന്നത്. എല്ലാ അറ്റംപ്റ്റിലും അത് തന്നെയാണ് ചോദിക്കുന്നത്. ബട്ട് അതിൻ്റെ ഒരു ടൈപ്പ് ഡിഫറെൻ്റ് ആയിട്ട് വരാറുണ്ട്. അതായത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ മാറ്റി ചോദിക്കാറുണ്ട്. അല്ലാണ്ട് ഇത് തന്നെയാണ് എപ്പോഴും ചോദിക്കുക. എക്കണോമിക് വാല്യൂ ആഡഡ് കമ്പ്യൂട്ട് ചെയ്യാനാണ് ചോദിക്കാറുള്ളത്. എല്ലാ അറ്റംപ്റ്റിലും ചോദിക്കാറുണ്ട്. 7 മാർക്കിന് എല്ലാ അറ്റംപ്റ്റിലുള്ളൊരു ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. പക്ക തിയറി, നമ്മുടെ ഇൻട്രൊഡക്ഷൻ പോലെ പക്ക തിയറി ഏരിയയാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. അതെല്ലാ അറ്റംപ്റ്റിലും 7 മാർക്കിന് ചോദിക്കാറുണ്ട്. കോസ്റ്റ് സെൻറ്ററോ അതിനകത്തുള്ള കുറച്ച് കോസ്റ്റ് യൂണിറ്റ്സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. വളരെ വളരെ സിമ്പിളാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 7 ക്വസ്റ്റ്യനോ മറ്റോ തിയറി പഠിക്കാനുണ്ട്. അത് പഠിക്കുവാണെങ്കിൽ ഈ ചാപ്റ്റർ പക്കയാണ്. പിന്നെ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ആണ് മെയിനായിട്ട് ചോദിക്കൽ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ മെയിനായിട്ട് ആപ്ലിക്കേഷൻ ലെവലാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന പേപ്പറിനകത്ത്, അതായത് ഫസ്റ്റ് ഗ്രൂപ്പിലെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന പേപ്പറിനകത്ത് ഈ പറഞ്ഞ പോലെ മാർജിനൽ കോസ്റ്റിങ്ങും ഉണ്ട്. അവിടെ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യനും മാനേജ്മെൻറ്റിൽ വരുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനുമാണ് ചോദിക്കുന്നത്.
അപ്പോൾ ഇതിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യനും ചോദിക്കും, നോർമൽ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യനും ചോദിക്കും. സോ നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ഇവിടെ നോക്കുന്നില്ല. ആപ്ലിക്കേഷൻ ലെവൽ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടി കൺഫ്യൂഷൻ ആകും, ടെൻഷൻ ആകും. സോ ഞാൻ ആപ്ലിക്കേഷൻ ലെവലിലൂടെ പറയുന്നേ ഇല്ല. ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ക്വസ്റ്റ്യൻ പറഞ്ഞു തരും. ആ ക്വസ്റ്റ്യൻ എല്ലാ അറ്റംപ്റ്റിലും 7 മാർക്കിന് ആ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ജസ്റ്റ് ഇക്വേഷൻ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആണ് മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ആ ആപ്ലിക്കേഷൻ ലെവൽ വേണ്ട, നമുക്ക് ആ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. ദെൻ ഡിസിഷൻ തിയറിക്കകത്ത് ഒരുപാട് കുറച്ച് മാറ്റങ്ങളുള്ള പ്രോബ്ലബ്ലാസ്റ്റിക് ബഡ്ജറ്റ് ഉണ്ട്. പിന്നെ അല്ലാതെ ട്രീ വരയ്ക്കുക, ഡിസിഷൻ ട്രീ വരയ്ക്കാനുണ്ട്. പിന്നെ അല്ലാതെ വിച്ച് വൺ ഈസ് ബെസ്റ്റ് ഡിസിഷൻ, അങ്ങനെ ക്വസ്റ്റ്യൻ, ഡിസിഷൻ ഏതാ ബെസ്റ്റ് എന്നുള്ള അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് മെയിൻലി ഡിസിഷൻ തിയറിയിൽ വരുന്നത്. സോ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു ചാപ്റ്റർ വരുന്നത്. അതും 7 മാർക്കിന് എല്ലാ അറ്റംപ്റ്റിലും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്നൊരു ചാപ്റ്റർ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്, അതും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ചാപ്റ്ററും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 10 ചാപ്റ്റർ ഉള്ളതിൽ ഈ 8 ചാപ്റ്റർ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്ന് നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം കൂടി ഞാൻ പറയാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു ടോട്ടൽ 7 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും 5 ക്വസ്റ്റ്യനാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ 5 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ ഡിവിഷണൽ പെർഫോമൻസ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ്, അങ്ങനെ നമുക്കൊന്ന് നമ്മൾ സ്റ്റക്ക് ആവുന്ന ഒരു ഏരിയ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫോക്കസ് കൊടുക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ, ABC കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റ്സ്, പിന്നെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ്, ഡിസിഷൻ തിയറി, ഈ പറഞ്ഞ 6 ചാപ്റ്റർ വേണം മെയിൻ പ്രയോറിറ്റി കൊടുക്കാൻ. ഏതൊക്കെയാണ് ഒന്നുകൂടി പറയാണ്: ഇൻട്രൊഡക്ഷൻ, ABC കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റ്സ്, ഡിസിഷൻ തിയറി, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ്, ഈ പറഞ്ഞ 6 ചാപ്റ്ററിന് ആദ്യം പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. അതിനുശേഷം ഡിവിഷണൽ പെർഫോമൻസിലെ എക്കണോമിക് വാല്യൂ ആഡഡ് കമ്പ്യൂട്ടേഷൻ പഠിക്കുക. അതുപോലെ മാർജിനൽ കോസ്റ്റിംഗിൽ ഞാൻ പറഞ്ഞ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലെ അതും പഠിച്ചു വെക്കുക. അത് നമുക്ക് ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻ കേസ് മാർജിനൽ ടഫ് ആക്കുവാണെങ്കിൽ നമുക്ക് ഡിവിഷണലിൻ്റെ ചൂസ് ചെയ്യാം. ഡിവിഷണൽ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മാർജിനൽ ചൂസ് ചെയ്യാം. സോ അത് ഒരിക്കലും നിങ്ങൾ ഒരെണ്ണം മാത്രം പഠിക്കരുത്. അത് ഒരിക്കലും നിങ്ങളെ നല്ല ഇതിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല. രണ്ടും പഠിച്ചു വെക്കുക. രണ്ടും സിമ്പിളാണ്. അപ്പോൾ രണ്ടും പഠിച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഒന്നും കൂടി ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നിങ്ങൾ നോക്കുക. ഈ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് തന്നിട്ടുണ്ട്. ഇതിൽ ട്രാൻസ്ഫർ പ്രൈസിങ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് പറഞ്ഞു തന്നത്. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ 8 ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തെങ്കിൽ ഞാൻ പറഞ്ഞു അതിൽ 2 ചാപ്റ്റർ നമുക്ക് ഓപ്ഷൻ വൈസാണ്. 6 ചാപ്റ്റർ പക്ക നമുക്ക് കിട്ടും. 6 ചാപ്റ്ററിന് 7 മാർക്ക് വെച്ചു നമുക്ക് 42 മാർക്ക് സെക്വേർഡായി. പിന്നെ ആ 2 ചാപ്റ്ററിൽ ഏതെങ്കിലും ഒന്നും എടുക്കുക. അപ്പോൾ പിന്നെയും ഒരു 7 മാർക്ക്, അപ്പോൾ 49 മാർക്ക് സെക്വേർഡായി. ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ നിന്നെല്ലാം MCQ വരും. സോ എങ്ങനെ പോയാലും 60 to 65 മാർക്സ് അവിടെ തന്നെ കിട്ടി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ മാർക്ക് വൈസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ എല്ലാവരും പഠിക്കുക, 7 മാർക്ക് ഉണ്ട്. ABC 7 മാർക്ക് ഉണ്ട്. സ്റ്റാൻഡേർഡ് 7 മാർക്ക് ഉണ്ട്. ബഡ്ജറ്റ്സ് 7 മാർക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് 7 മാർക്ക് ഉണ്ട്. ഡിസിഷൻ തിയറി 7 മാർക്ക് ഉണ്ട്. ഡിവിഷണൽ 7 മാർക്ക് ഉണ്ട്. മാർജിനൽ 7 മാർക്ക് ഉണ്ട്. പക്ഷേ അതൊരു ഓപ്ഷനാണ്. നമുക്കത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് താഴെ പറയാം. ഓക്കെ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് വരാം. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ നമ്പർ 1 ഫുൾ MCQ ആണ്. ആണ് ചോദിക്കുന്നത്. 30 മാർക്കാണ് വരുന്നത്. അതവിടെ കിടക്കട്ടെ. നമ്മൾ പ്രത്യേകിച്ച് MCQന് വേണ്ടി ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊരു വർക്കിംഗ് ഒന്നും നടത്തുന്നില്ല. ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള MCQ തന്നെ മോർ ദാൻ എനഫ് ആണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ, കാരണം അത് അതേപോലെ ചോദിക്കലുണ്ട് മിക്കപ്പോഴും. സോ അതുകൊണ്ട് അത് നോക്കുവാണെങ്കിൽ തന്നെ MCQ നമുക്ക് ഏകദേശം ഒരു 30 മാർക്കിൽ ഒരു 14 മാർക്ക് എന്തായാലും കിട്ടും. ടെക്സ്റ്റിൻ്റെ ബാക്കിലെ MCQ അതുപോലെ ചോദിക്കലുണ്ട്. സോ അത് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് വെക്കുക. അത് പോട്ടെ, നിങ്ങൾ അത് വിടുക. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിലേക്കാണ് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 2 ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ A പാർട്ട് എപ്പോഴും ഇൻട്രൊഡക്ഷൻ ചോദിക്കും, B പാർട്ട് എപ്പോഴും ABC ചോദിക്കും. സോ ഈ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് നമുക്ക് കിട്ടത്തില്ലേടാ. 14 മാർക്ക് ഇവിടെ സെക്യൂർഡായി. അപ്പോൾ ഈ 2 ചാപ്റ്റർ പഠിക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്ക് ഈസിലി സെലക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് അറിയുന്ന ഒന്നുമില്ല. ട്രാൻസ്ഫർ പ്രൈസിങ്ങും നമ്മുടെ മാർജിനലും ഒക്കെയാണ് ചോദിക്കുന്നത്. സോ ഞാൻ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. വേണ്ട, അത് നമുക്ക് വേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് വരികയാണ്. 4ൻ്റെ A പാർട്ടിലാണ് ഞാൻ പറഞ്ഞ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ അതറിയുന്നുള്ളവർക്ക് അത് ചൂസ് ചെയ്യാം. B പാർട്ട് ഈ ട്രാൻസ്ഫർ പ്രൈസിങ് ആപ്ലിക്കേഷൻ ലെവലാണ് വരുന്നത്, നമുക്കറിയില്ല. സോ B പാർട്ട് വേണ്ട. ഈ പാർട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 4 ജസ്റ്റ് നിങ്ങളൊരു ഓപ്ഷൻ ആക്കി വെക്കുക. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 ഒരൊറ്റ ക്വസ്റ്റ്യനാണ് ചോദിക്കുക. അതിന് A പാർട്ട് B പാർട്ട് വരാറില്ല. ഒറ്റ ഇതാ ചോദിക്കുക. അതായത് ഒന്നുകിൽ ബഡ്ജറ്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, ക്യാഷ് ബഡ്ജറ്റ് ചോദിക്കും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൽ നിന്ന് ഏതെങ്കിലും ചോദിക്കുന്നത്. അപ്പോൾ
എനിക്ക് തോന്നുന്നു ഏതോ ഒരു അറ്റംപ്റ്റിൽ ലേബർ വേരിയൻസ് ആണ് 14 മാർക്കിന് ഒരൊറ്റ ക്വസ്റ്റ്യൻ വലുതായിട്ട് ചോദിച്ചു. പിന്നെ മിക്കപ്പോഴും ക്യാഷ് ബഡ്ജറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ 14 മാർക്കിന് ഒരൊറ്റ ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുന്നത്. അത് ഒന്നുകിൽ ബഡ്ജറ്റിൽ നിന്ന് വരും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നിന്ന് വരും. രണ്ടായാലും നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ്, നമുക്ക് അറിയുന്ന ചാപ്റ്ററാണ്. സോ വി ക്യാൻ സെലക്ട് ഇറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 6 വരുമ്പോഴത്തേക്കും 6ൻ്റെ A പാർട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യനും B പാർട്ട് ബഡ്ജറ്റുമാണ് വരുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യനും ഇൻ്റർലിങ്ക്ഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറഞ്ഞാൽ 14 മാർക്കിൻ്റെ ഒരൊറ്റ ഫുൾ ഫ്ലെഡ്ജഡ് ക്വസ്റ്റ്യനാണ് വരിക. അത് ഒന്നുകിൽ ബഡ്ജറ്റിൽ നിന്നോ ഒന്നുകിൽ സ്റ്റാൻഡേർഡിൽ നിന്നോ അങ്ങനെ മാറിയാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6 വരുമ്പോൾ അതിൻ്റെ A പാർട്ട് സ്റ്റാൻഡേർഡും B പാർട്ട് ബഡ്ജറ്റും, അല്ലെങ്കിൽ വൈസ് വേഴ്സ മാറി ചോദിക്കും. ഇങ്ങനെയാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ബഡ്ജറ്റും സ്റ്റാൻഡേർഡും പഠിക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 6 ഈസിലി സെലക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ A പാർട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിവിഷണൽ പെർഫോമൻസിൻ്റെ എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന ക്വസ്റ്റ്യൻ വരുന്നത്. B പാർട്ട് ആപ്ലിക്കേഷൻ ലെവലാണ്, നമുക്കറിയില്ല, നമ്മൾ വിട്ടു. A പാർട്ട് നമുക്ക് ഓപ്ഷനാണ്, വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം, വെച്ചേക്കാം. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ കമ്പൽസറിലി സെലക്ട് ചെയ്തടാ, നമ്മളിപ്പോൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്തത്? ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മൾ ഈസിലി സെലക്ട് ചെയ്തു, നമുക്ക് അറിയുന്നുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഈസിലി സെലക്ട് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 5 ഈസിലി സെലക്ട് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 6 ഈസിലി സെലക്ട് ചെയ്തു. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടി സെലക്ട് ചെയ്യാൻ പറ്റും. വരികയാണ് ക്വസ്റ്റ്യൻ നമ്പർ 7ഉം ക്വസ്റ്റ്യൻ നമ്പർ 4ഉം നമ്മൾ ഓപ്ഷൻ വെച്ചേക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് വന്നു. 8ൻ്റെ A പാർട്ട് ഡിസിഷൻ തിയറിയും B പാർട്ട് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങുമാണ്. രണ്ടും സിമ്പിളാണ്. സോ നമുക്ക് രണ്ടും സെലക്ട് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 8ഉം നമുക്ക് ഈസിലി സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഏതൊക്കെ നിർബന്ധമായി സെലക്ട് ചെയ്യണം? ക്വസ്റ്റ്യൻ നമ്പർ 2, 5, 6, 8 ഈ പറഞ്ഞ 4 ക്വസ്റ്റ്യനും നിർബന്ധമായി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. ഞാൻ തന്നേക്കുന്ന ആ പറഞ്ഞ 6 ചാപ്റ്ററിലേടാ, ആ 6 ചാപ്റ്റർ പഠിക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ ഏതൊക്കെ ഇൻട്രൊഡക്ഷൻ, പിന്നെ നമ്മുടെ ABC, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ആൻഡ് ഡിസിഷൻ തിയറി, ആ 6 ചാപ്റ്റർ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഈ 4 ക്വസ്റ്റ്യൻ ഏതൊക്കെ? ക്വസ്റ്റ്യൻ നമ്പർ 2, ക്വസ്റ്റ്യൻ നമ്പർ 5, 6, 8 ഇത്രയും ക്വസ്റ്റ്യൻ സുഖമായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എല്ലാം MCQയും വരും, അതും നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ? 4 ക്വസ്റ്റ്യൻ 42 മാർക്ക് അവിടെ സെക്വേർഡായി, അതിൻ്റെ MCQയും കിട്ടും. ഓക്കെ. ഇനി മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് എവിടെയാണ് വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 4ൻ്റെ A പാർട്ടിൽ. അതുപോലെ EV, അതായത് എക്കണോമിക് വാല്യൂ ആഡഡിൻ്റെ ക്വസ്റ്റ്യനും വരാറുണ്ട്. അത് എവിടെയാണ് വരുന്നതെന്ന് അറിയോ? ക്വസ്റ്റ്യൻ നമ്പർ 7ൻ്റെ A പാർട്ടിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം 6 ചാപ്റ്റർ പഠിച്ച് 4 ക്വസ്റ്റ്യൻ സെക്യൂർ ആക്കണം. അതിന് ശേഷം മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കണം. എളുപ്പമാണ്, കുറച്ച് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, അത് പഠിച്ച് ചെയ്ത് നോക്കണം. അതുപോലെ എക്കണോമിക് വാല്യൂ ആഡഡിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് അതും ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. ഞാൻ നിങ്ങളോട് അഷ്വർ ചെയ്യാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് രണ്ടും പഠിച്ചു വെക്കുക. 6 ചാപ്റ്റർ സെക്യൂർ ആക്കിയതിന് ശേഷം ഡിവിഷണൽ പെർഫോമൻസ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്മൾ റീഡ് ചെയ്യുമല്ലോ, നമ്മുടെ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് വായിച്ചു നോക്കുമ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ആണ് നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നതെങ്കിൽ വി ക്യാൻ ചൂസ് മാർജിനൽ കോസ്റ്റിംഗ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 4 സെലക്ട് ചെയ്യണം. ഇനി അതല്ല എനിക്ക് എളുപ്പം എക്കണോമിക് വാല്യൂ ആഡഡ് ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് 7 സെലക്ട് ചെയ്യാം. സോ ഒന്നുകിൽ 4 അല്ലെങ്കിൽ 7. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എളുപ്പമാണെങ്കിൽ നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് എടുക്കാം. അല്ല, EV ആണ് എളുപ്പം എങ്കിൽ EV എടുക്കാം. ഓക്കെ. അപ്പോൾ അതൊരു ഓപ്ഷൻ ആക്കി വെച്ചതാണ്. ബാക്കി ആ 4 ക്വസ്റ്റ്യൻ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പറഞ്ഞ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2 പഠിച്ചാൽ ഇത് കിട്ടും. അപ്പോൾ ഇവിടെ 14 മാർക്ക് സെക്വേർഡായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ താഴേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 പഠിക്കുമ്പോൾ 14 മാർക്ക് കിട്ടും. ഇവിടെ നമുക്കൊരു 14 മാർക്ക് കിട്ടും. ഇതാ ഇവിടെ നമുക്കൊരു 14 മാർക്ക്. അപ്പോൾ ടോട്ടൽ 56 മാർക്ക് സെക്യൂർ ആക്കിയതിന് ശേഷം ഡിവിഷണൽ പെർഫോമൻസ് ആൻഡ് നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് നോക്കുക. അപ്പോൾ ഏതാണോ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കുമ്പോൾ അതിപ്പോൾ എനിക്ക് മുന്നേ പ്രിഫർ ചെയ്ത് ഇത്രയും കാര്യം ഞാൻ നോക്കി എടുത്ത് സെലക്ട് ചെയ്ത് പറഞ്ഞു തന്നതാണ്. പക്ഷേ അത് നമുക്ക് നിർബന്ധം ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, അതായത് എളുപ്പമാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളത് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. മോസ്റ്റ്ലി എളുപ്പമാണ്, രണ്ടും എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരിക്കലും ഞാൻ മാർജിനൽ എനിക്ക് പറ്റും എന്നുള്ള രീതിക്ക് മാർജിനൽ മാത്രം പഠിക്കരുത്, അല്ലെങ്കിൽ EVA എനിക്ക് പറ്റും എന്നുള്ള രീതിക്ക് EVA മാത്രം പഠിക്കരുത്. മാർജിനലും EVAയും പഠിച്ചു വയ്ക്കുക. മാർജിനൽ ടഫാണെങ്കിൽ EVA എടുത്തൂടെ, EVA ടഫാണെങ്കിൽ മാർജിനൽ എടുത്തൂടെ. സോ ആ ഒരു രീതിക്ക് എപ്പോഴും രണ്ടും പഠിച്ചു വെക്കുക. രണ്ടും എളുപ്പമാണ്, രണ്ടും പഠിച്ചു വെക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യനും പ്ലസ് ഇതും പഠിച്ചു വെക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ മാർജിനൽ എളുപ്പമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ 4 ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 ചൂസ് ചെയ്യുക. സോ 4 or 7 നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് എക്സാം ടൈമിൽ, കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ബാക്കി ഇത്രയും ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്താൽ 56 കിട്ടും, പ്ലസ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ 7 മാർക്ക്. അപ്പോൾ ടോട്ടൽ എത്ര മാർക്കായിടാം? 63 മാർക്കായി. ഇതിൻ്റെ കൂടെ MCQ കിട്ടത്തില്ലേ? MCQ 30 മാർക്കിൽ നിങ്ങളൊരു 20 മാർക്ക് കൂട്ട്.
10 മാർക്ക് ഞാൻ വിട്ടു, 5 ക്വസ്റ്റ്യൻ വിട്ടു, ബാക്കി ഞാൻ എടുത്തു. അപ്പോൾ 83 മാർക്കായില്ലേ? 83 മാർക്കിന് സുഖമായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എക്സാം. അതിൽ നിങ്ങൾക്ക് തെറ്റുകളുണ്ടാവും തീർച്ചയായിട്ടും. നമ്മൾ എഴുതുന്ന എല്ലാം കറക്റ്റ് ആയിരിക്കണമെന്ന്, കറക്റ്റ് ആൻസർ ആയിരിക്കണമെന്ന് ഞാനൊരിക്കലും പറയില്ല. തിയറി മാനേജ്മെൻറ്റും റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങും പ്രശ്നമില്ല. തിയറി നമ്മൾ പക്ക എഴുതി കഴിഞ്ഞാൽ കിട്ടും. ബാക്കി പ്രോബ്ലത്തിലാണ് പ്രശ്നം വരുന്നത്. പ്രോബ്ലത്തിൽ നമുക്ക് ചെറിയ ചെറിയ മൈനർ മിസ്റ്റേക്കൊക്കെ വരും. അതൊക്കെ ഒന്ന് കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞാലും നമുക്ക് എങ്ങനെ പോയാലും ഒരു 70 മാർക്ക് അല്ലെങ്കിൽ പോട്ടെ 65 to 70 മാർക്ക് ഷുവർ ഷോർട്ടായിട്ട് കിട്ടും. ഇത് ഞാൻ നിങ്ങൾക്ക് അഷ്വർ ചെയ്യുകയാണ്. നിങ്ങൾ ഈ രീതിക്ക് പഠിച്ചു നോക്കുക. മാനേജ്മെൻറ്റ് വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, 83 മാർക്കിന് അറ്റൻഡ് ചെയ്യാടാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ഓഫും കാര്യങ്ങളും നമ്മുടെ മൈനർ മിസ്റ്റേക്സും ഒക്കെ മാറ്റിക്കഴിഞ്ഞാലും നമുക്ക് 65 to 70 മാർക്ക് കിട്ടും. പോരെ? ബാക്കി ആ ഗ്രൂപ്പിൽ തന്നെ ബാക്കി സബ്ജക്റ്റുകൾക്ക് ഫോക്കസ് കൊടുക്കുക. ലൈക്ക് നമ്മുടെ OMSM, നമ്മുടെ FM ഡേറ്റ അനലിറ്റിക്സ്, അതുപോലെ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ്, അതിന് ഫോക്കസ് കൊടുത്ത് നോക്ക്. അതിന് ഫോക്കസും കൊടുത്ത് ഈ പറഞ്ഞ മാർക്കും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് മാനേജ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഒരിക്കലും മാനേജ്മെൻറ്റ് ബുദ്ധിമുട്ടാണെന്ന് കരുതി ആരും സ്കിപ്പ് ചെയ്യരുത്. വളരെ എളുപ്പമുള്ള സബ്ജക്റ്റാണ്. ബാക്കിയുള്ള സബ്ജക്റ്റുകളെ പോലെ വാസ്റ്റ് അല്ല, എളുപ്പമാണ്. കൺസെപ്റ്റ് കറക്റ്റ് പഠിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക, ആൻസർ പ്രീവിയസ് ഇയർ ചെയ്യുക, പക്കാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നെ MCQ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൻ്റെ ബാക്കിലെ MCQs നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു ഇതിനെ പറ്റി പറയാനുള്ളത്. ഈ ഒരു മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിനെ പറ്റി പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തതും ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന മെത്തേഡും ഇതാണ്. ഞാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് 2 തവണ എക്സാം എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ വലുതായിട്ട് പഠിച്ചിട്ടൊന്നുമല്ല എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ ഞാൻ ആകെ 5 ചാപ്റ്ററേ ഫോക്കസ് ചെയ്തോളൂ. 5 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചു, ABC എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ എക്സാമിന് ടൈമിൽ ഒന്നും ചെയ്ത് നോക്കിയില്ല. ഞാൻ ഓൾറെഡി CA ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ABC പഠിച്ചിട്ടുള്ളതിൻ്റെ ഒരു ഓർമ്മയിൽ പോയതാണ്. അല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബഡ്ജറ്റും അതുപോലെ നമ്മുടെ മാർജിനലും ഞാൻ CAയിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ 5 ചാപ്റ്റർ, CMAക്ക് വേണ്ടി ആകെ ഇൻട്രൊഡക്ഷൻ മാത്രമേ പഠിച്ചോളൂ. ആ 5 ചാപ്റ്റർ പഠിച്ചിട്ട് ഞാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് അറിയില്ല ഒന്നും. ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് അറിയാം, ബാക്കിയൊന്നും എനിക്ക് അവിടെ ഇവിടെയൊക്കെ അറിയൂ. ഞാൻ ഒന്ന് ജസ്റ്റ് എനിക്ക് എക്സാം രജിസ്റ്റർ ചെയ്തു, എനിക്കൊന്ന് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പോയി എഴുതിയതാണ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. എനിക്കന്ന് സെക്കൻഡ് ഗ്രൂപ്പിൽ ആ സബ്ജക്റ്റിന് മാനേജ്മെൻറ്റിന് 59 മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിലെനിക്ക് OMSM ക്ലിയർ ആയില്ല, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് അന്നേ ക്ലിയർ ആവുമായിരുന്നു. 59 മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ കൺസെപ്റ്റ്സ് ക്ലിയർ ആണ്, ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഞാൻ പ്രിപ്പയർ ചെയ്യാതെ പോയിട്ട് എനിക്ക് ആ മാർക്ക് കിട്ടിയത്. നിങ്ങൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്യാതെ പോകരുത്. ഞാൻ CAയുടെ ഇൻ്റർന് വേണ്ടി ഒരുപാട് പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്കിത് എളുപ്പമായത്. പിന്നെ അപ്പോൾ അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറും എനിക്ക് ഓക്കെ ഫീൽ ആയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഞാൻ പോയപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടി അതായത് മുൻപ് എഴുതിയതിനേക്കാളും ഒന്നുകൂടി പിടിച്ചതുപോലെ തോന്നി, ലൈക്ക് ഒന്നുകൂടി ടഫായ പോലെ തോന്നി. ഇത്തവണ ഞാൻ പോയപ്പോൾ 5 ചാപ്റ്റർ പഠിച്ചത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എടുത്ത 5 ചാപ്റ്റർ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. എനിക്ക് CAയുടെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു 10 ഡേയ്സ് മാത്രമേ ബോത്ത് ഗ്രൂപ്പിന് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ 5 ചാപ്റ്റർ ഒന്ന് ഫോക്കസ് ചെയ്യാനേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ 5 ചാപ്റ്ററിൽ ഞാനൊന്ന് പഠിച്ചിട്ട് പോയപ്പോൾ എനിക്ക് ഈ അറ്റംപ്റ്റിൽ 52 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ അറ്റംപ്റ്റിൽ എനിക്ക് OMSM ക്ലിയർ ആയില്ല, അല്ലെങ്കിൽ എനിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് ക്ലിയർ ആവുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ആയി. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൽ എനിക്ക് ആ ഒരു OMSM എന്ന പേപ്പറിൽ 2 മാർക്ക് പോയി, അല്ലെങ്കിൽ എനിക്കത് ക്ലിയർ ആവുമായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും അഷ്വർ ചെയ്ത് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ പക്ക ഈ പറഞ്ഞ ഈ 8 ചാപ്റ്റർ പഠിച്ചിട്ട് പോയൊക്കെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ തന്നെ നല്ല വണ്ടർ ആവും. അതായത് ആ റിസൾട്ട് വരുന്ന ടൈമിൽ പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നോ, നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നോ, അത് നമ്മുടെ റിസൾട്ട് ഡെയിലി നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മളെ പറ്റും പിന്നെ പഠിക്കാം അങ്ങനെ മാറ്റി വെക്കുവാണെങ്കിൽ അതിങ്ങനെ പോകത്തേ ഉള്ളടാ. ടൈം പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി 46 ഡേയ്സ് വളരെ പെട്ടെന്ന് നമ്മൾ ഇനിയിപ്പോൾ കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് ആ ടൈം തീരും. സോ അതിൽ മാക്സിമം ഒരു 1 വീക്ക് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ മാനേജ്മെൻറ്റ് അങ്ങ് തീരും. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റിനെ പറ്റി ക്ലിയർ ഐഡിയ ഒന്നുമില്ല, എങ്ങനെ പഠിക്കണം നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഫുള്ളായിട്ട് ഇത് കണ്ടു നോക്കുക. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻസിൽ പറയാം. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി ഞാൻ ഓൾറെഡി ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ചാനലിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഞാനിപ്പോൾ ക്ലാസ്സസിൻ്റെ വീഡിയോസ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, ഒത്തിരിയധികം സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സസ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ, മാനേജ്മെൻറ്റ് കറക്റ്റ് ഒരു ഫോക്കസ്ഡ് ആയ ലെവലിൽ ഒരു രീതിക്ക് പഠിച്ച് എത്തണം, തീർക്കണം, പ്രീവിയസ് ഇയറും എല്ലാം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് എൻ്റെ നമ്പർ. ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം. ഈ നമ്പറിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഞാൻ മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാം. 600 റുപ്പീസാണ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ 8 ചാപ്റ്ററിൻ്റെയും എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് നോട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യും, തിയറി പ്രൊവൈഡ് ചെയ്യും, പ്രീവിയസ് ഇയർ പ്രൊവൈഡ് ചെയ്യും, MCQ പ്രൊവൈഡ് ചെയ്യും, എല്ലാം
നമുക്ക് വേണ്ട എല്ലാം, എക്സാമിന് വേണ്ട എല്ലാം നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യും. ക്ലാസ് തരും, നോട്ട്, പ്രീവിയസ് ഇയർ, MCQ എല്ലാം നിങ്ങൾക്ക് ഞാൻ തരും. നിങ്ങളത് പക്ക പഠിച്ചിട്ട് പോയാൽ മതി. ഈ 8 ചാപ്റ്ററിൻ്റെ ആണ് കേട്ടോ. ഈ 8 ചാപ്റ്ററിൻ്റെ നോട്ട് 600 റുപ്പീസാണ് നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇതിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങൾ ഈ പക്ക ഞാൻ തരുന്ന കാര്യം അതുപോലെ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചാൽ മതി. ഇനി അല്ല നിങ്ങൾക്ക് നോട്ട് മാത്രം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 300 റുപ്പീസാണ്. അത് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ ക്ലാസ്സസ്, ഇപ്പോൾ ഓഡിറ്റിങ്ങിന് ക്ലാസ് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 27 തൊട്ടാണ് ഞാൻ മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് മെസ്സേജ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം. വിത്തിൻ 1 വീക്ക് മാനേജ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ സെക്വേർഡ് ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യും. നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പക്ക ഫോളോ ചെയ്താൽ മതി. നിങ്ങളോടൊപ്പം ഞാനും എക്സാം എഴുതുകയാണ്. ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് ഞാനും നിങ്ങളോടൊപ്പം എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് തരുന്ന അതേ സ്ട്രാറ്റജി ആൻഡ് അതേ മെത്തേഡ് ആൻഡ് അതേ നോട്ട്സിനാണ് ഞാനും പഠിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ അത് കറക്റ്റ് അതുപോലെ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ കറക്റ്റ് എനിക്ക് പേഴ്സണലി എന്താണോ ഫോളോ അപ്പ് ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാനും എക്സാം എഴുതുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് വേണം, റെഫറൻസ് വേണം, നിങ്ങൾക്കൊരു ഒന്നും കൂടി ഗൈഡ് ലൈൻസ് ഒക്കെ വേണം, ക്ലാസ് നോട്ടും പ്രീവിയസ് ഇയറും ഒക്കെ പഠിച്ചിട്ട് നമ്മൾ അതാത് ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ അവിടെ തന്നെ പഠിക്കണം. അല്ലാതെ നമ്മൾ 8 ചാപ്റ്ററും പഠിച്ചിട്ട് എല്ലാ പ്രീവിയസ് ഇയർ ഒരുമിച്ച് ചെയ്യരുത്. അത് മിസ്റ്റേക്കാണ്, വലിയ മിസ്റ്റേക്കാണ്. നിങ്ങൾ ABC ക്വസ്റ്റ്യൻ പഠിച്ചു, ശരി, നിങ്ങൾ ഇല്ലുസ്ട്രേഷൻ എല്ലാം ചെയ്തിട്ട് അതാത് ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ 4 അറ്റംപ്റ്റിൽ ABC അവിടെ തന്നെ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളിനി എപ്പോൾ ചെയ്യാനാ? മാറ്റി മാറ്റി വെക്കും തോറും കോൺഫിഡൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളിപ്പോൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ 4 തവണത്തെ ക്വസ്റ്റ്യൻ അവിടെ തന്നെ പഠിച്ചിട്ട് പോകുക. അപ്പോൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ആകും. ഓക്കെ, നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ വന്നു, ആ ഒരു മൈൻഡ് വരും. അപ്പോൾ പഠിക്കാൻ വേണ്ടി എനർജി കൂടും. അങ്ങനെ ചെയ്യാവൂ. ഓക്കെ, അത് ഈ സബ്ജക്റ്റിനെന്നല്ല, ഏത് സബ്ജക്റ്റിനും ഞാൻ ക്ലാസ്സസ് കൊടുക്കുന്നത് ആ രീതിക്കാണ്. ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുവാണെങ്കിൽ അതിൻ്റെ എല്ലാം കവറപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്തതിലേക്ക് മൂവ് ചെയ്യും. സോ മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സസ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. കംപ്ലീറ്റ് നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സെക്വേർഡ് ആവും, ഉറപ്പാണ്. അപ്പോൾ ഇത്രയാണ്. മാനേജ്മെൻറ്റ് അല്ലാത്തവർക്ക് മാനേജ്മെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ചെറിയ ചെറിയ കമൻസ് ഒക്കെ എനിക്ക് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ബാക്കിയുള്ള ഫർദർ വീഡിയോസ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ അക്കൗണ്ട്സിൻ്റെയും കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാനേജ്മെൻറ്റായി ബാക്കിയുള്ള 5 സബ്ജക്റ്റിൻ്റെയും വീഡിയോ പുറകെ വരുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട്സ് ഒക്കെ നിങ്ങൾ അറിയിക്കുക. പിന്നെ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുക. നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.